ദൈവത്തിന് മനുഷ്യനുണ്ടാകുന്ന കുട്ടികള് ചാത്തനെ പോലെയാണ് ഉള്ളത്. വർഷങ്ങൾക്ക് മുന്നേ ആകാശ ലോകത്ത് നിന്ന് ഒരുപാട് ദേവിമാര് ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ ദേവിമാരിൽ നിന്ന് ഒരേ ഒരു ദേവിക്ക് ഭൂമിയിലുള്ള മനുഷ്യരെയും ഭൂമിയിലെ ഭംഗിയെയും കണ്ടോണ്ട് തന്നെ തിരിച്ച് ദേവലോകത്തേക്ക് പോകുന്നില്ല. ആ ഒരു ദേവി ഇവിടെ തന്നെ താമസിക്കാണ്. അത് മാത്രല്ല ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ തന്നെ സ്നേഹിച്ച് അവർക്ക് രണ്ടുപേർക്കും കുട്ടികളും ഉണ്ടാവുന്നുണ്ട്. ജനിക്കുന്ന ഓരോ കുട്ടികളും ചാത്തനെ പോലെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ സ്വഭാവം ഭയങ്കര ക്രൂരമായിട്ടുള്ളതായിരുന്നു. ഏത് ഭൂമിയുടെ ഭംഗി കണ്ടിട്ടാണോ ദേവി ഇവിടെ താമസിച്ചത്, ആ ഒരു ഭൂമിയെ തന്നെ ഈ ചാത്തന്മാര് നശിപ്പിക്കാനായിട്ട് തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ ദേവിയും തന്റെ മക്കളായിട്ടുള്ള ഈ ചാത്തന്മാരെ മലയുടെ മുകളിലും ഭൂമിക്കടിയിലുമായിട്ട് തളച്ച് ദേവി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ മലമുകളില് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പയ്യനാണ് ചൊക്കൻ. ഈ ഗ്രാമത്തിൽ ഇപ്പോഴുള്ള തമ്പുരാന് അവിടെ ഉള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് ചെക്കൻ വരുന്നുണ്ട്. തമ്പുരാൻക്ക് ഈ ചെക്കനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ തമ്പുരാന്റെ ഭാര്യയായിട്ടുള്ള തമ്പുരാട്ടിക്ക് ചെക്കനെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് വീടിന്റെ പിന്നാമ്പുറത്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ താഴ്ന്ന ജാതിയിലുള്ള ആർക്കും ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി ഇല്ലായിരുന്നു. ചെക്കൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് തമ്പുരാട്ടി ചെക്കന്റെ അടുത്തേക്ക് വന്നിട്ട് ഇലിമുളം കാടിനുള്ളിൽ നീ ചാത്തനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി പറയാതെ ചെക്കനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുമ്പോ അവൻ കൊണ്ടുവന്ന മാമ്പഴം എടുക്കാനായിട്ട് അവൻ മറന്നു പോവാണ്. അത് തമ്പുരാട്ടി കാണുന്നുണ്ട്. തമ്പുരാട്ടിക്ക് മേൽജാതി കീഴ്ജാതി എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ മാമ്പഴം ആരും കാണാതെ അവൾ എടുക്കാണ്. ചെക്കൻ ഇപ്പോ ആ ഒരു കാട്ടിനുള്ളിലേക്ക് മലമുകളിലേക്ക് കയ്യില് കുറച്ച് ഇറച്ചി കഷ്ണങ്ങളായിട്ട് പോകുന്നുണ്ട്. അവന് ആ ചാത്തനെ വിളിച്ച് ആ ഒരു ഇറച്ചി കഷ്ണം ചാത്തന് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായ ഭീകര രൂപം അവിടെ വന്നിട്ട് ആ ഒരു ഭക്ഷണം എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് ഒരു പച്ച കളറിലുള്ള കല്ല് ചെക്കന് വേണ്ടി ചാത്തൻ ഉരുട്ടി വിടുന്നുണ്ട്. രാത്രി സമയത്ത് തമ്പുരാന് ചോറ് കൊടുക്കുമ്പോ ഭാര്യയുടെ കയ്യിൽ നിന്ന് തമ്പുരാന് മാമ്പഴത്തിന്റെ മണം കിട്ടുന്നുണ്ട്. ഭാര്യയോട് കാട്ടിപ്പോയി നീ മാമ്പഴം പറിച്ചോ എന്ന് ചോദിക്കുമ്പോ അടുത്തുണ്ടായിരുന്ന ഒരു കിളവി പറയാണ് അതാ ചെക്കൻ കൊണ്ടുവന്നിട്ട മാമ്പഴം അവൾ എടുത്ത് തിന്നതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യം എന്ന തമ്പുരാനും ആ ഒരു ഭക്ഷണം തട്ടിക്കളഞ്ഞതിന് ശേഷം ആ ഒരു ചെക്കൻ കൊണ്ടുവന്ന സാധനം നിന്നെ തൊട്ട് ഞാന് ഇനി കുളിച്ചാൽ മാത്രമേ ശുദ്ധിയാവുള്ളൂ എന്ന് പറഞ്ഞ് പുഴയിൽ മുങ്ങി കുളിക്കാനായിട്ട് ആ ഒരു പാതിരാത്രി സമയത്ത് പോകുന്നുണ്ട്. ആ ഒരു കുളത്തിൽ ഇപ്പോ ചെക്കൻ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട തമ്പുരാന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഒരു താഴ്ന്ന ജാതിപ്പെട്ട നീയ് ഇവിടെ കുളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് കൈ കിട്ടിയ ഒരു കല്ല് കൊണ്ട് ചെക്കന്റെ തല ഇടിച്ച് അവനെ അവിടെ തന്നെ കൊന്നു കളയാണ് തമ്പുരാൻ. ഈ ഒരു ചെക്കനും ചാത്തനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു പയ്യൻ മരിച്ചതിനെ തുടർന്ന് ആ ചാത്തന്റെ ശാപം തമ്പുരാന്റെ കുടുംബത്തെ മാത്രല്ല ആ ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിക്കാണ്. ആ ഒരു ഗ്രാമത്തില് സമാധാനം ഇല്ലാതായിരിക്കുകയാണ്. പുഴകളെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. മൃഗങ്ങളെല്ലാം ചത്തുപോകാനായിട്ട് തുടങ്ങാൻ. പോരാത്തതിന് ഒരു അത്ഭുതം പോലെ തമ്പുരാന്റെ വീട്ടിൽ മാത്രം കല്ലുമഴ പെയ്യാനായിട്ട് തുടങ്ങാണ്. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പേരെന്താന്ന് പോലും അറിയാത്ത ഒരു തരം കുമിളകള് ദേഹത്ത് പൊന്താനായിട്ട് തുടങ്ങാണ്. അതിന് ചികിത്സ കിട്ടാതെ എല്ലാവരും മരിച്ചു വീഴുന്നുമുണ്ട്. ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി മായയും മന്ത്രവും വൈദ്യവും എല്ലാം നോക്കുന്നുണ്ടെങ്കിലും ഒരു പരിഹാരവും ആ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ ഒരു ദിവസം തമ്പുരാന്റെ ദേഹത്തും ഇതുപോലെ ചാത്തന്റെ ശാപായിട്ട് ആ ഒരു കുമിളകള് പൊന്തുന്നുണ്ട്. ആ ഒരു മരണ ഭയം കൊണ്ട് തന്നെ തമ്പുരാൻ തീരുമാനിക്കാണ് വേറെ ഒരു ചാത്തനായിട്ടുള്ള ഗാരിദേവനെ വിളിക്കാമെന്ന്. ഈ ഗാരിദേവനും ആദ്യം വന്ന ആ ദേവിയിൽ ഉണ്ടായ ഒരു മകൻ തന്നെ ആയിരുന്നു. ഇലിമുളം ചാത്തനെ നേരിടാനായിട്ട് ഈ ഒരു ഗാരിദേവന് മാത്രമേ പറ്റുള്ളൂ എന്ന് തമ്പുരാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലേക്ക് വലിയ ദുരന്താണ് അവര് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ആ ഒരു മനുഷ്യന്മാരെല്ലാം പതുക്കെ ചാത്തന്മാരെ ആരാധിക്കാനായിട്ട് തുടങ്ങാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ കുമാരിയെ കാണിക്കുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അവളുടെ അമ്മാവനാണ് അവളെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് അമ്മാവൻ ഈ ഒരു ആദ്യം പറഞ്ഞ തമ്പുരാന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണ ആലോചന കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ ഇളയ മകനായിട്ടുള്ള ധ്രുവനെ കുമാരിക്ക് ആലോചിക്കുകയാണ്. ഇപ്പൊ കുമാരിയുടെ ആ ഒരു വീട്ടുകാരാണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ആൾക്ക് തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം നടക്കുന്നത് അവർക്കൊരു വലിയ നേട്ടം തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവര് കുമാരിയെ നിർബന്ധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കുമാരിയുടെ സ്വന്തം ചേട്ടനായിട്ടുള്ള ജയൻ അവിടേക്ക് വരുന്നുണ്ട്. ജയൻ ഈ കല്യാണത്തിന് എതിർക്കാണ്. കാരണം ഒരിക്കലും കുമാരിയുടെ നല്ലതിന് വേണ്ടി മാത്രം ഈ അമ്മാവന്മാർ ഇങ്ങനെ ചെയ്യില്ല എന്ന് ജയൻ അറിയായിരുന്നു. അത് മാത്രമല്ല കുമാരി മാത്രമാണ് ആ വീട്ടിൽ അവൻക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അവള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻക്ക് പിന്നെ വേറെ ആരും തന്നെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ കുമാരി എനിക്ക് ഈ ഒരു കല്യാണത്തിന് സമ്മതാണെന്ന് പറയാണ്. കാരണം ഒരു ബാധ്യതയായി അവിടെ തന്നെ നിൽക്കാൻ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ധ്രുവനാന്ന് വെച്ചാല് ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് ജയൻ അന്വേഷിച്ചപ്പോ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുമാരിയുടെയും ധ്രുവന്റെയും കല്യാണം കഴിഞ്ഞ് ആ ഒരു ശാപം പിടിച്ച തറവാട്ടിലേക്ക് കുമാരിയെയും കൂട്ടിക്കൊണ്ട് അവര് പോകുന്നുണ്ട്. അവള് കയറി ചെല്ലുമ്പോ ആ വീട്ടില് മൊത്തത്തില് ഒരു വെട്ട ഉണ്ടായിരുന്നില്ല. കുമാരി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു കാട്ടുവാസി പോലത്തെ സ്ത്രീ ഇത്ര നാള് കാത്തിരുന്ന ആ ഒരു പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഇനിയെല്ലാം നന്നായി നടക്കുമെന്നെല്ലാം സന്തോഷത്തോടുകൂടി വിളിച്ചു പറയുന്നുണ്ട്. കുമാരി അവളുടെ ഭർത്താവായിട്ടുള്ള ധ്രുവനോട് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് തീരെ അടുക്കുന്ന പ്രകൃതിയായിരുന്നില്ല. ഒരു ഒറ്റപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു. അവൾ അടുത്ത് വരുമ്പോ അവൻ മാറി മാറി പോവാണ്. പിറ്റേ ദിവസം കുമാരി അവളുടെ വീടിന്റെ പിന്നിലുള്ള ആ ഗേറ്റിനടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഗേറ്റിനപ്പുറം ഒരു വലിയ കാട് തന്നെ ആയിരുന്നു. അവിടെ നോക്കുമ്പോ ചാത്താന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ചൊക്കൻ എന്ന് പറഞ്ഞ പയ്യൻ കുമാരിയെ
മാമ്പഴം കാട്ടി ആ ഒരു ഗേറ്റിനുള്ളിലേക്ക് കയറി വരാനായിട്ട് പറയുന്നുണ്ട്. കുമാരി ആ ഗേറ്റ് കടന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോ പെട്ടെന്ന് ആ വീട്ടിലെ മൂത്ത മരുമകളായിട്ടുള്ള പെണ്ണ് അവിടേക്ക് വന്നിട്ട് കുമാരിയെ തടയുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് കൊളക്കടവിലേക്ക് പോവാണ്. അത് തറവാട്ട് കൊളായിരുന്നു. ആ തറവാട്ടിലെ ചരിത്രങ്ങളെല്ലാം ചാത്തനെ കുറിച്ചും എല്ലാ മൂത്ത മരുമകള് കുമാരിയോട് പറയുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ശരി, നീ ആ ഒരു ഭാഗത്തേക്ക് പോകരുതെന്നും നമ്മുടെ കുടുംബത്തില് ഒരു സ്ത്രീകളും ആ ഒരു ഭാഗത്തേക്ക് പോകലില്ല, അത് ഇല്ലിമന ചാത്തന്റെ ഏരിയ ആണെന്നെല്ലാം പറയുന്നുണ്ട്. കുമാരി അവളുടെ ഏട്ടൻ ജയന് ലെറ്ററുകളൊക്കെ എഴുതുന്നുണ്ട്. അതിൽ ധ്രുവനെ പറ്റി എഴുതാണ്. ആള് സൈലന്റ് ആണെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവൾ എഴുതുന്നത്. പക്ഷെ ധ്രുവന് ആ വീട്ടിലുള്ളവരാരും ഒരു വില കൊടുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. അവന്റെ വല്യച്ഛനാണ് ആ വീട്ടില് കാരണവരായിട്ട് നിൽക്കുന്നത്. എല്ലാ തീരുമാനം എടുക്കുന്നതും ആ ഒരു വല്യച്ഛനാണ്. ആ വല്യച്ഛൻ തന്നെ താഴ്ന്ന ജാതിക്കാരുടെ മുന്നിൽ വെച്ച് ധ്രുവനെ ഒരു ചവിട്ടുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താണ്. കൊച്ചു തമ്പ്രാന് ഭ്രാന്താണെന്നാണ് ആ ഒരു താഴ്ന്ന ജാതിക്കാർ പോലും പറയുന്നത്. ഇതെല്ലാം കുമാരി കാണുന്നുണ്ട്. തന്റെ ഭർത്താവിന് ഈ ഒരു വീട്ടിലൊട്ടും വിലയില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കാണ്. രാത്രി സമയത്ത് അവൾ അവളുടെ ഭർത്താവായ ധ്രുവന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്തായാലും എന്നോട് തുറന്നു പറയാനായിട്ട്. ധ്രുവൻ ആ ഒരു തറവാട്ടിലെ ഇളയ പുത്രനായിരുന്നു. എല്ലാവരും വില കൊടുത്തിരുന്നത് ധ്രുവന്റെ ചേട്ടനായിട്ടുള്ള മൂത്ത പുത്രനായിരുന്നു. എല്ലാ വിദ്യകളും അഭ്യാസങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് ആ ഒരു മൂത്ത ചേട്ടന്. എല്ലാ നാണക്കേടും കളിയാക്കലും ചീത്ത പറയലും തല്ലലും എല്ലാം ധ്രുവനാണ് ഏറ്റുവാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആരോടും തന്നെ മിണ്ടാതായിട്ട് മാറാണ്. അവനക്കുള്ളില് ഒരു വലിയ തമ്പ്രാനായി എല്ലാവരോടും ഉത്തരവിടണമെന്നല്ല വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആരും എനിക്ക് വില കൊടുക്കാത്തോണ്ട് തന്നെ ആ ഒരു ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. തമ്പ്രാന് എനിക്ക് ആരും ഇല്ലാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. കുമാരി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഇനി ആരും ഇല്ലാന്ന് പറയണ്ട, ഞാൻ പിന്നെ ആരാ, നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ധ്രുവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവനും തിരിച്ച് കെട്ടിപ്പിടിക്കാണ്. പിറ്റേ ദിവസം കുമാരി ഭയങ്കര നാണത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരാണ്. ഇപ്പൊ കുമാരിയും ധ്രുവനും ഭയങ്കര സ്നേഹത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും ധ്രുവന് വില കൊടുക്കുന്നില്ലെങ്കിലും കുമാരി ഭയങ്കര സ്നേഹത്തോടെയും വില കൊടുത്തുമാണ് അവനെ കാണുന്നത്. ഒരു ദിവസം കുമാരി ആ ഗേറ്റിനടുത്ത് വീണ്ടും ചെക്കനെ കാണുന്നുണ്ട്. ആ ചെക്കന്റെ പിന്നാലെ കുമാരി ആ ഇല്ലിമനച്ചാത്ത ആ ഒരു കാട്ടിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ചെക്കനെ പിന്തുടർന്ന കുമാരി എത്തിച്ചേരുന്നത് ആ കാട്ടുവാസിയായ സ്ത്രീയുടെ അടുത്താണ്. ആ കാട്ടുവാസി സ്ത്രീ കുമാരിയോട് പറയാണ്, നിന്റെ വയറ്റിൽ ഇപ്പൊ ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയെ കൊല്ലാനായി നിന്റെ തറവാട്ടിലുള്ള നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെന്നെ നോക്കും. അന്ന് നീ ഇല്ലിമനച്ചാത്തനെ അന്വേഷിച്ചു വരണം, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നല്ല. പക്ഷെ ഇതുവരെ കുട്ടി വയറ്റിലുണ്ടോന്ന് പോലും അറിയാത്ത കുമാരി പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് കുമാരി അന്വേഷിച്ചു വന്ന ആ ഒരു മൂത്ത മരുമകള് കുമാരിയെ കാണുന്നുണ്ട്. കുമാരിക്ക് ഭയങ്കരമായിട്ട് തളർച്ച ഉള്ളതുകൊണ്ട് തന്നെ വൈദ്യനെ വിളിച്ച് പരിശോധിക്കുമ്പോൾ അവള് ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നുണ്ട്. ഇത് കേട്ട് ബാക്കി ആർക്കും സന്തോഷമില്ലായിരുന്നു. കാരണം ധ്രുവന്റെ ചേട്ടനായിട്ടുള്ള ആ ഒരാൾക്ക് ഇപ്പോഴും കുട്ടികൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ധ്രുവന് മാത്രം വലിയ സന്തോഷമായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുമാരി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ ഭർത്താവിനെ അവളുടെ അടുത്ത് കാണാനില്ല. അന്വേഷിച്ചു പോകുമ്പോ ഒരു മൂലയിൽ ഇരുന്നിട്ട് അവന്റെ കയ്യില് 2 വിരലുകൾ മുറിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഗാരിദേവനെ പോലെ 3 വിരലുള്ള ആളായെന്ന് അവൻ പ്രാന്തനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ കുമാരിയും ഭർത്താവിന്റെ അമ്മയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. കുമാരി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഇതുവരെ ധ്രുവനോട് സംസാരിക്കാതെ ഇരുന്നിരുന്ന ആ ഒരു വല്യച്ഛൻ അവന്റെ അടുത്ത് വന്നിട്ട് ഇതൊരു ശുഭലക്ഷണമാണെന്ന് പറഞ്ഞിരുന്നു. അവനെ മതിക്കാനായിട്ട് തുടങ്ങാണ്. ഇതുവരെ ഒരു വിലയും കിട്ടാത്ത ധ്രുവന് ഇത് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാത്തവന്റെ ചേട്ടൻ അവന്റെ അടുത്ത് വന്നിട്ട്, ഇനിയും കുട്ടി ജനിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ ഇത്ര അഹങ്കരിക്കല്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവിടെ അടിയാകുന്നുണ്ട്. ഇത് കണ്ടുവന്ന വല്യച്ഛൻ, ഞാനാണ് ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്നും ഇനി അടുത്ത തമ്പുരാൻ ധ്രുവനാണെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട ദേഷ്യം വന്ന ചേട്ടനും അവന്റെ ഭാര്യയെ നോക്കിയിട്ട്, നിനക്കിപ്പോ സമാധാനം ഇല്ലെന്നും ചോദിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് വല്യച്ഛൻ തന്നെ അപമാനിച്ചതെന്ന് ആ ഒരു ചേട്ടനും വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാത്തത് ഈ ഒരു ചേട്ടത്തിയുടെ കുറവ് കൊണ്ടാണെന്ന് കുമാരിയും വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നും ആകുന്ന് ഞാൻ കരുതിയില്ല ചേച്ചി, ചേച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു വലിയ സത്യം ആ ഒരു ചേട്ടത്തി കുമാരിയോട് പറയുന്നത്. അവർക്ക് ശരിക്കും കുട്ടികൾ ഉണ്ടാവാത്തതല്ല, അവൾ അതിനെ സമ്മതിക്കാത്തതാണ്. ഇതിനെല്ലാം കാരണം പണ്ട് നടന്ന ആ ഒരു സംഭവമാണ്. ഈ തറവാടിനെ ഏറ്റ ആ ഒരു ചാത്തന്റെ ശാപം. തുപ്പൻ തമ്പുരാൻ ചെക്കനെ കൊന്നതും ചാത്തന്റെ ശാപം തറവാടിനെ മുടിപ്പിക്കുന്നുണ്ട്. അതിന് പ്രതിവിധി തേടി തുപ്പൻ തമ്പുരാൻ പോകുമ്പോഴാണ് ചാത്തനെ നേരിടാനായിട്ട് ആകെ ഗാരിദേവന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഗാരിദേവന് പിഞ്ചു കുഞ്ഞിനെ ബലിയായി നൽകണമായിരുന്നു. അതുകൊണ്ട് തന്നെ തുപ്പൻ തമ്പുരാൻ തന്റെ സ്വന്തം മകനെ തന്നെ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഗാരിദേവന് ബലിയായി നൽകുന്നുണ്ട്. ഇതിലും മനം നൊന്ത് തമ്പുരാട്ടി ദേവിയുടെ മുന്നില് തല തല്ലി ചാവുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു തമ്പുരാട്ടിയുടെ ആത്മാവ് തറവാട്ടില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ചേട്ടത്തി പറയാണ്. കുമാരിയും ഇടക്കിടക്ക് ഈ ഒരു തമ്പുരാട്ടി കൈക്കുഞ്ഞായി നിൽക്കുന്നത് സ്വപ്നം കാണാറുണ്ടായിരുന്നു. അന്ന് കൊടുത്ത ആ ഒരു ബലിയുടെ ശക്തി ഈ ഒരു വർഷം പൗർണമിക്ക് മുന്നേ ക്ഷയിക്കുമെന്നും ഇനി ഒരു കുട്ടിയെ കൂടി ബലി കൊടുക്കേണ്ട വരുമെന്നെല്ലാം ഈ ഒരു മൂത്ത മരുമകള് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ഉണ്ടാവുന്ന മക്കളെ ബലി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവള് പ്രസവിക്കാതെ ഇരുന്നത്. ഇപ്പോ കുമാരി ഗർഭിണി ആയിരുന്നല്ലോ, അവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ ആ ഒരു പൗർണമിയുടെ ദിവസം ഗാരിദേവന് ബലി കൊടുക്കുമായിരുന്നു. പക്ഷെ കുമാരി ഉറച്ചു വിശ്വസിച്ചിരുന്നു തന്റെ ഭർത്താവ് ഇതിനൊന്നും സമ്മതിക്കില്ലെന്ന്. പ്രശസ്തി ലഭിച്ച ധ്രുവനും
അതിൽ മയങ്ങിയിട്ട് കുട്ടിയെ ബലി കൊടുത്തായാലും വേണ്ടിയില്ല, തമ്പുരാനായാ മതി എന്നാണ് കരുതുന്നത്. ഇതൊന്നും വിശ്വസിക്കാത്ത കുമാരിയെയും കൂട്ടിക്കൊണ്ട് മൂത്ത മരുമകള് തട്ടിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു അസ്ഥിക്കുടം പോലെ മാംസമൊന്നും ഇല്ലാതെ ഒരു രൂപം കിടക്കുന്നുണ്ട്. അതാരാണെന്ന് കുമാരി ചോദിക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നിരുന്ന ഈ ഒരു ശാപത്തിനൊക്കെ കാരണമായിട്ടുള്ള തുപ്പൻ തമ്പുരാനാണെന്ന് പറയുന്നുണ്ട്. 1000 വർഷമായിട്ട് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗാരിദേവൻ വന്ന് ചാത്തിന്റെ ശാപം പിൻവലിച്ചതും പിന്നെ അയാളെ മരണം തേടി വന്നിട്ടേ ഇല്ല. അങ്ങനെ അയാൾ ചാവാതെ കിടക്കാണ്. കുമാരിക്ക് ഇതുകൊണ്ട് തന്നെ ഇത് വിശ്വാസമായതുകൊണ്ട് അവള് രാത്രി എണീറ്റ് വല്യച്ഛൻ പൂജ ചെയ്യുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ അവര് പൂജിച്ചുകൊണ്ടിരുന്നിരുന്നത് ചെറിയ കുട്ടിയെ ഭക്ഷിക്കുന്ന ഗാരിദേവന്റെ ചിത്രത്തെ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ തന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി കുമാരി ചാത്തനെ കാണാനായിട്ട് ചാത്തന്റെ ആ ഒരു ലോകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ആ ഒരു കാട്ടുവാസി സ്ത്രീയെ കാണുന്നുണ്ട്. അവള് കുമാരിയെ ചാത്തന്റെ ആ ഒരു ഗുഹയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ചാത്തൻ അവിടേക്ക് വന്ന് കുമാരിയുടെ വയറ്റിലായി തൊട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുമാരിയുടെ കുഞ്ഞിനെ ചാത്തൻ രക്ഷിക്കാമെന്നുള്ള വാഗ്ദാനമായിരുന്നു അത്. ചാത്തൻ പോകുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒരു മരപ്പാവ് കൊടുത്തിരുന്നു. അത് കുമാരി ആ ഒരു കാട്ടുവാസി സ്ത്രീക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ ആ ഒരു മരപ്പാവ നിന്റെ വീടിന്റെ എവിടെയെങ്കിലും കുഴിച്ചിടണമെന്നും നിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പം പറ്റില്ല, ഇനി ചാത്തൻ വന്ന് രക്ഷിച്ചോളും, പക്ഷെ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് നീ പിൻവാങ്ങരുത് എന്നും പറയുന്നുണ്ട്. തന്റെ കുട്ടിയെ നരബലിയായി കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് കുമാരി ചാത്തൻ അവൾക്ക് നൽകിയ ഒരു മരപ്പാവ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നുണ്ട്. അത് അവിടെ കുഴിച്ചിട്ട ഉടനെ ആകാശമെല്ലാം കറുത്ത് ഇരുളാനായിട്ട് തുടങ്ങാണ്. പോരാത്തതിന് ഒരാൾ കുഴഞ്ഞു വീഴുന്നുണ്ട്. വല്യച്ഛനും അവിടെ വന്ന് വൈദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇത് ചാത്തന്റെ പണിയാണെന്ന് വല്യച്ഛന് മനസ്സിലാവുന്നുണ്ട്. ആരോ ചാത്തനെ സഹായിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവാണ്. ആ ഗ്രാമത്തിലുള്ള പക്ഷിയും മൃഗങ്ങളെല്ലാം ചത്തു തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളെ കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പാവം തൊഴിലാളികൾക്ക് വലിയ പ്രശ്നമാണ്. അവര് തമ്പുരാനോട് സഹായം ചോദിച്ചു വരാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ ഒരു വല്യച്ഛൻ ധ്രുവനെ തമ്പുരാനായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അവനാണ് ഇനി നിങ്ങളെ രക്ഷിക്കാനായിട്ട് പോകുന്നതെന്നും അവനാണ് ഇനി അടുത്ത തമ്പുരാനെന്നും പറയാണ്. ഇത് കേട്ട നാട്ടുകാർക്ക് അത്ഭുതമാവാണ്. കാരണം ഒരു പ്രാന്തനാണെന്നും ബുദ്ധിയില്ലാത്ത ആളാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ ഒരു കൊച്ചു തമ്പുരാനെ ഇനി തമ്പുരാനാക്കിയാല് നാടിന്റെ അവസ്ഥ എന്താകുമെന്നാണ് അവര് ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പോ ധ്രുവനെ കൊണ്ട് മാത്രമേ ആ ഒരു നാടിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അവന്റെ കുട്ടിയാണ് ഇപ്പൊ നരബലിയായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ അഭിമാനത്തോടുകൂടി ധ്രുവനും എല്ലാവരുടെ മുന്നിൽ ഒരു തമ്പുരാനെ പോലെ നിൽക്കാണ്. ധ്രുവനെ തമ്പുരാനായി മാറ്റാന് അന്ന് മന്ത്രങ്ങളെല്ലാം വല്യച്ഛൻ അവനക്ക് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം തോന്നിയ ധ്രുവന്റെ മൂത്ത ചേട്ടൻ അവന്റെ കാമുകയുടെ ഉപദേശം കേട്ടിട്ട് സഹായം തേടി ആ ചാത്തന്റെ ഗുഹയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പാമ്പ് നേരെ ഈ പൂജകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി വല്യച്ഛനെ കൊത്തി വല്യച്ഛൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോവാണ്. ഇതുപോലെ തന്നെ ചാത്തൻ വന്ന് ധ്രുവന്റെ ആ ഒരു മൂത്ത ചേട്ടനെയും കൊന്നു കളയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ധ്രുവനും കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഇല്ലിമന ചാത്തന്റെ ആ ഒരു കാട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ആ ഗുഹയെ ലക്ഷ്യം വെച്ച് അവൻ പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ഈ ചാത്തന്റെ ആൾക്കാര് ആ കാട്ടുവാസിയായ സ്ത്രീ പോലും ഭയങ്കര ധൈര്യത്തോടുകൂടി തന്നെ ചാത്തൻ വരുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല കുമാരിക്ക് കൊടുത്ത ആ ഒരു വാക്ക് ചാത്തൻ പാലിക്കും, കുമാരിയുടെ കുഞ്ഞിനെ ചാത്തൻ രക്ഷിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട ധ്രുവനും കുമാരിയാണ് ഇപ്പൊ ചാത്തനെ പുറത്ത് ഇറക്കിയിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ധ്രുവൻ അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ചാത്തന്റെ എൻട്രി വരുന്നത്. മരത്തിന്റെ മുകളിലായിട്ട് ആ ഒരു ചാത്തൻ ഇരിക്കുന്നത് ധ്രുവൻ നേരിട്ട് കാണുന്നുണ്ട്. ചാത്തൻ അവരെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ധ്രുവനെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവരവരുടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു പോവാണ്. കുമാരിയാണ് ചാത്തനെ പുറത്തിറക്കിയതെന്ന് അറിഞ്ഞ ധ്രുവനും അവളുടെ അടുത്ത് പോയി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കുടുംബത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, എന്റെ മകന്റെ കടമയാണ്, ഉറപ്പായിട്ട് ഈ ഒരു നരബലി ഞാൻ കൊടുക്കുമെന്നും ഈ കുഞ്ഞ് നിന്റെ വയറ്റിലായതുകൊണ്ട് മാത്രമാണ് ഇനി ഞാൻ വെറുതെ വിടുന്നതെന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. കുമാരിക്ക് തന്റെ ഭർത്താവ് ഒരു ദുഷ്ടനാണെന്നും അവൻ തന്റെ കുഞ്ഞിനെ വെറുതെ വിടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. കുമാരിയെ കാണാനായിട്ട് അവളുടെ ചേട്ടൻ ജയൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവളും കരഞ്ഞുകൊണ്ട് ചേട്ടനോട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറയാണ്. അതിനു മുന്നേ ഞാൻ നിന്റെ ഭർത്താവിനെ ഒന്ന് കണ്ടിട്ട് വരാന്നും പറഞ്ഞ് ധ്രുവനെ കാണാനായി ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വെച്ച് അവർക്ക് രണ്ടുപേർക്കും വലിയൊരു തർക്കം തന്നെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം അളിയനാണെന്ന് പോലും നോക്കാതെ ക്രൂരമായി ധ്രുവൻ അവിടെ വെച്ച് ജയനെ കൊന്നുകളയാണ്. ഇതറിഞ്ഞ കുമാരിയും നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഉറച്ചു തീരുമാനിച്ച കുമാരി 1000 വർഷമായി മരിക്കാതെ കിടക്കുന്ന തുപ്പൻ തമ്പുരാനെ കാണാനായിട്ട് പോകുന്നുണ്ട്. തുപ്പൻ തമ്പുരാനാണ് കുമാരി ഇല്ലിമന ചാത്തൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറയാണ്. നീ ഒരു ചാത്തനെയും വിശ്വസിക്കരുതെന്ന് ഞാൻ ഉപേക്ഷിച്ച ആ ഒരു ദേവി പൂജ നീ തുടങ്ങണം, ദേവിയെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുമാരി അടച്ചിട്ട ഒരു റൂമിലേക്ക് പോയി അവിടെ ആരാധന നിർത്തിയ പൊടി പിടിച്ച ഒരു ദേവിയുടെ വിഗ്രഹം എടുത്ത് പൂജ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ദേവിയുടെ വാളും അവൾ അവളുടെ കൈവശം വെക്കാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കുമാരിക്ക് പ്രസവ വേദന വരുന്നുണ്ട്. ഒരു കുഴപ്പവും പറ്റാതെ കുട്ടി പ്രസവിക്കുന്നുണ്ട്. കുറച്ചൊന്ന് സുഖം പ്രാപിച്ചതിന് ശേഷം കുമാരി തന്റെ കുട്ടിയെയും എടുത്ത് ചാത്തന്റെ ആ ഒരു കാട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പക്ഷെ പകുതിക്ക് വെച്ച് അവിടേക്ക് അവളുടെ ഭർത്താവായിട്ടുള്ള ധ്രുവൻ എത്തുകയും അവളെ തടഞ്ഞ് കുട്ടിയെ കൊണ്ട് കാര്യദേവന് ബലി കൊടുക്കാനായിട്ട് പോവുകയും ചെയ്യാണ്. ആദ്യം തന്നെ ധ്രുവൻ ഒരു വാൾ ഉപയോഗിച്ച് അവന്റെ കൈയൊന്ന് മുറിച്ച് ആ ഒരു രക്തം കാര്യദേവനെ സമർപ്പിച്ച് പൂജകൾ ആരംഭിക്കുകയാണ്. തനിക്കുള്ള ബലി
എലി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഗാരിദേവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കുമാരിയും ദേവിയുടെ ആ ഒരു വാളെടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വരാണ്. ഇല്ലിമല ചാത്തൻ താൻ കൊടുത്ത വാക്ക് പാലിക്കാനായി കുട്ടിയെ രക്ഷിക്കാനായി സംഭവ സ്ഥലത്തേക്ക് എത്തി. ആദ്യം തന്നെ ചാത്തൻ ധ്രുവനെ അടിച്ചിടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇല്ലിമല ചാത്തനും ഗാരിദേവനും തമ്മിൽ അവിടെ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാകാണ്. ഇതിനിടയിൽ വന്ന കുമാരി കുട്ടിയെ എടുക്കാനായിട്ട് വരുമ്പോ മുന്നിൽ ഗാരിദേവൻ വരുന്നുണ്ട്. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന വാള് കൊണ്ട് ഗാരിദേവനെ ഒരു വെട്ടുന്നുണ്ട്. ഇപ്പൊ മാറി മാറി ഗാരിദേവനും ചാത്തനും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹ പോലുള്ള സ്ഥലത്തേക്ക് വീഴുന്നുണ്ട്. കുമാരിയുടെ ഭർത്താവ് ധ്രുവൻ നരബലി കൊടുത്തേ പറ്റൂ എന്ന് കരുതി കുട്ടിയെ കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ അവളുടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ധ്രുവന്റെ നെഞ്ചിലേക്ക് അത് കുത്തി ഇറക്കി അവനെ കൊന്നു കളയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഗുഹക്കുള്ളിൽ നിന്ന് ഗാരിദേവന്റെ നാക്ക് വെട്ടി അത് കയ്യിലായി പിടിച്ച് ചാത്തൻ വരുന്നുണ്ട്. അങ്ങനെ ചാത്തന്റെ പ്രതികാരവും അവൻ കൊടുത്ത വാക്കും സംരക്ഷിച്ചുകൊണ്ട് ചാത്തൻ തിരിച്ചു പോകുന്നുണ്ട്. 1000 വർഷം മരിക്കാതെ ഇരുന്നിരുന്ന തമ്പുരാൻ ആ ഒരു സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. ആ ഒരു വീട്ടില് ആ ഒരു തറവാട്ടില് അടുത്ത തമ്പുരാട്ടിയായി വരുന്നത് കുമാരിയായിരുന്നു. മറ്റുള്ള തമ്പുരാക്കന്മാരെ പോലെ പാവപ്പെട്ടവരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണമായിരുന്നില്ല അവളുടേത്. പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാട്ടിയായി അവൾ ആ ഒരു വീട്ടില് തുടരാണ്.